ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ശ്രേയാസ് പാരഡൈസ്. അപ്പോൾ ഞാനിന്ന് റോസ്റ്റഡ് സോയ ചങ്ക്സിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സവോള, കൊച്ചുള്ളി, പച്ചമുളകും കൂടിയിട്ട് നന്നായിട്ട് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് നല്ല രീതിക്ക് ഒരു ബ്രൗണിഷ് കളറിൽ വരണം. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളതിൽ വെറുതെ റെസ്റ്റ് ചെയ്ത് വെക്കല്, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പം അതിൽ ഓയിൽ വറ്റിപ്പോയാൽ നമുക്ക് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ നമ്മളതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ജിഞ്ചറും ഇട്ട് ക്രഷ് ചെയ്ത്, നമ്മൾ കല്ലിട്ടാണ് കേട്ടോ ക്രഷ് ചെയ്യുന്നത്. ക്രഷ് ചെയ്ത് നന്നായിട്ട് ഒരു നല്ലൊരു ബാറ്ററിൽ കിട്ടണം. കുറച്ച് ക്രഷ് ചെയ്ത് കിട്ടിയാലും മതി. നിങ്ങൾക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ക്രഷ് ചെയ്യാം. പക്ഷേ ഞങ്ങൾ ഇത്രയാണ് ക്രഷ് ചെയ്യുന്നത്. ഞാനതിന് ക്രഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ജിഞ്ചർ ഗാർലിക് ആ ഒരു അരപ്പ് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ, അതായിട്ടൊന്ന് യോജിച്ച് വരാൻ വേണ്ടി. then നമ്മളൊരു കുഞ്ഞ് ടൊമാറ്റോ അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. then അത് ആ ഒരു ബാറ്ററായിട്ട് നമുക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടണമല്ലോ. then അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, കൊറിയാൻഡർ പൗഡർ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ആവശ്യത്തിന് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള കൺസിസ്റ്റൻസിയിൽ ഇടാം കേട്ടോ. then അതിലേക്ക് കുറച്ച് മസാല പൊടിയും കൂടെ ഇടുന്നുണ്ട്. then നമ്മളിതാണ് ഒരു മെയിൻ ആൾ. നമ്മൾ സാധാരണ പൊടിയാണ് ഇടുന്നത്, പക്ഷേ ഇത് നമ്മൾ കാശ്മീരി ചില്ലി അരച്ചിട്ടുള്ളൊരു പേസ്റ്റാണ്. അപ്പം ഈ ഒരു പേസ്റ്റ് ഇട്ടിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പം അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് നന്നായിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ആ ഒരു ബാറ്ററോട് നന്നായിട്ട് പിടിക്കണം കേട്ടോ. then അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. then നമ്മൾ അത് നന്നായിട്ടൊന്ന് ഒരു ഗ്രേവി ആകാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ആ ഒരു ഗ്രേവി ആയിട്ട് വരണമല്ലോ, നല്ല ക്രീമി ആയിട്ടുള്ള ഗ്രേവി നമുക്ക് കിട്ടണം. അപ്പം ആ ഒരു രീതിക്ക് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ആ ഒരു ഗ്രേവി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള താരൻ സോയ ചങ്ക്സ് അത് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ഇട്ട് കൊടുക്കുക, ഞങ്ങൾ കുറച്ച് ആവശ്യത്തിനുണ്ട് ഞങ്ങളുടെ. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുകയാണ് മെയിൻ. നമുക്ക് എല്ലാ കറികളും ഉപ്പില്ലേ, അപ്പോൾ ആ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഞങ്ങൾ ഗ്രേവിയുടെ കൂടെ അല്ല ഇട്ടത്, ഗ്രേവിയുടെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ ഞാനിപ്പം അവസാനമാണ് നമുക്ക് ഉപ്പിട്ട് കൊടുത്തത്. then നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് കേട്ടോ. എല്ലാ സോയ ചങ്ക്സിലും നമ്മുടെ ആ ഒരു ഗ്രേവി പിടിച്ച് വരണമല്ലോ. അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മിക്സ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ചില നല്ലൊരു കളറ് കിട്ടണമല്ലോ. അപ്പോൾ നമ്മൾ കണ്ടോ, നമ്മുടെ ഈ ഒരു റെഡിഷ് കളറാണ്. then നമ്മൾ കുറച്ചുകൂടി ഓയിൽ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടി. അതിനുശേഷം കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സോയ ചങ്ക്സ്. ഇഷ്ടപ്പെട്ട